Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു ആലിപ്പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. ജോണി 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 ജോണി. ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് മാർക്ക് അല്പം കുറഞ്ഞുപോയി. അടുത്തതിൽ അത് നികത്തണം. അത് ചേട്ടായിക്ക് പനി പിടിച്ചിട്ടല്ലേ? ഇവിടെ ഇരുന്ന് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിൽ പതിയും. ദൈവം എന്ത് രസമായിട്ടാണല്ലേ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അയ്യോ പൊടിക്കളം. എനിക്ക് വിറച്ചിട്ട് വയ്യ. പേടിക്കണ്ട, കാണുന്ന പോലെ അല്ല, ആള് പാവാ. എന്തോന്നാടാ ഇവിടെ ഒരു കളി? ഞങ്ങള് പഠിക്കുമായിരുന്നു. കൊച്ചത്തിനെ വെറുക്കുന്നത്. പിന്നെ ഒരു കാര്യം, നന്മയുള്ളവരോട് പൊടിക്കളം ഡീസന്റ് ആണ്. നിങ്ങൾ പഠിച്ചോ. താങ്ക് യു ചേട്ടാ. പിന്നെ നിങ്ങൾ പിള്ളേർ പഠിക്കണം. നന്നായി പഠിച്ചെങ്കിൽ മനുഷ്യരായി നിങ്ങൾക്ക് ജീവിക്കാനാവും. ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ടല്ലോ. ചേട്ടാ, കലിപ്പ് തീർന്നോ? ഇല്ല, മനുഷ്യര് ചിലര് ചീള് കേസുകളാ. ചുമ്മാ മെക്കെട്ട് കയറാൻ വരും. അവരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അട്ടെ, നിങ്ങളുടെ കൂടെ ഒരു അലവലാതിയിട്ടല്ലോ. എവിടെ പോയവൻ? പരീക്ഷയ്ക്ക് തോറ്റുപോയതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. പിന്നെ കോപ്പി അടിക്കാൻ ശ്രമിച്ചതിന് ടീച്ചറും വഴക്ക് പറഞ്ഞു. ഭയങ്കര നിരാശയില്ല. എന്റെ കൺമുന്നിലെങ്ങാൻ വന്ന് പെട്ട ചവിട്ടിക്കൂട്ട് ഞാൻ അവനെ പറഞ്ഞേക്കാം. അനുഗ്രഹിക്കണം. എന്താ മിക്കു പറ്റിയത്? അത് പിന്നെ ജോപ്പൻ എല്ലാ പരീക്ഷയ്ക്കും ജയിച്ചു. വീട്ടിൽ കള്ളം പറഞ്ഞതായിരുന്നു. അതെ, ഇപ്പൊ അവർക്ക് സത്യം മനസ്സിലായി. നന്നായിട്ട് വഴക്ക് കിട്ടി. എന്നിട്ടോ? പാവം നിരാശ മൂത്തിട്ട് കിണറിന്റെ അരികത്തുള്ള പ്ലാവിന്റെ മുകളിൽ കയറിയിരിക്കുക. കർത്താവെ, ചതിച്ചോ? കൊണ്ടൊന്നുമില്ല. പ്ലാവിൽ ചക്ക കാണും. ചക്ക അതിട്ടിട്ട് ഇറങ്ങിപ്പോരും. ഒരു മടിയനും സ്വന്തം ചത്ത ചരിത്രമില്ല. ഞാനും വരാം. നീ താഴോട്ട് വാടാ. കള്ളം പറയുന്നു. ഒരു വക പഠിക്കാത്ത ഒരു മടിയൻ. എഡിസൺ പഠിച്ചിട്ടാണോ ഉയരത്തിലെത്തിയത്? നീ താഴോട്ട് വരുന്നോ? താഴോട്ട് ഇറങ്ങി വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു വീഴ്ത്തു. മനസ്സിലായോ? മോൻ ഇറങ്ങി വാ, സാരമില്ല. ഇറങ്ങുന്ന പ്രശ്നമില്ല. ഒരു നുണ പറഞ്ഞതിന്, ഒന്ന് തോറ്റതിന് ഇത്രയ്ക്കും വഴക്കോ? നീ വാടി, അവൻ തന്നെ ഇറങ്ങിക്കോളൂ. അല്ല പിന്നെ നമുക്ക് ചന്തയിൽ പോവാനുണ്ട്. എന്നാലും അവൻ മുകളിലല്ലേ? അങ്ങനെങ്കിൽ അവൻ ഉയരത്തിലെത്തി. ജോപ്പ, ഒരു പഴുത്ത ചക്ക ഇടട്ടെ. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യൂ കുട്ടാ. എന്റെ കൺട്രോള് പോകുന്നുണ്ട്. മിണ്ടാതിരിക്കുന്നുണ്ടോ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. താഴെ പോരും ചക്കരെ. എടാ ജോപ്പ, അവിവേകം കാണിക്കാതെ. നമുക്ക് ഇനിയും ജയിക്കാം. നീ കള്ളം പറഞ്ഞതും കോപ്പി അടിക്കാൻ നോക്കിയതും പേടിച്ചിട്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞോളാം. അതെ, ഞാൻ കയറിയിട്ട് അവനെ ഇറക്കാം. വേണ്ട, അവൻ തന്നെ ഇറങ്ങട്ടെ. ഈ ഭൂമി തോറ്റവരുടെയും കൂടെയാ. ജോപ്പ, തോറ്റവരാ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ചേട്ടാ, നിന്നോട് പറഞ്ഞു താഴെ ഇറങ്ങാൻ. ഇറങ്ങണ താഴെ. ജോപ്പ ചാടല്ലേ, പതുക്കെ ഇറങ്ങ്. എന്തിനാണോ നീ ഇങ്ങോട്ട് കേറിയത്? നീ ചാവാനാണോ? അപ്പത്തൊരിതിൽ കേറിയതാ. ഇനി ഇറങ്ങാല്ലേ? വേണ്ട, നീ ഇറങ്ങണ്ട. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനും തോൽക്കാനും നാവെടുത്ത കളവ് പറയാനും നീ ഞാൻ താഴ്ത്തു വരണ്ട. ഞങ്ങളെപ്പോലെ അധ്വാനിച്ച് 2 കാലിൽ നിൽക്കാൻ പഠിക്കും.
എന്താണ് നോക്കുന്നത്? നീ ഇതുവരെ ആനയെ കണ്ടിട്ടില്ലേ? ചേട്ടൻ 4 കാലിൽ നിൽക്കുന്നത് കണ്ടു നോക്കിയതാ. ഓ, നീ പന്തം കത്തിച്ചെറിയുന്ന മനുഷ്യരുടെ ആളല്ലേ? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ. ഓ ജോപ്പ പതുക്കെ ഇറങ്ങി വാടാ. കേട്ടാ അവരെ ഞാൻ തന്നെ ഇറക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യും. കള്ളത്തരം, നുണ, മടി, ഇനി മേലിത് ചേർന്നതിന് ഞാൻ ചവിട്ടിക്കൂട്ടും. അറിയാലോ, ആനയൊന്നും മറക്കത്തില്ല. അയ്യോ, എന്റെ കൊച്ചിനൊന്നും ചെയ്യല്ലേ. ചേട്ടത്തി കിടന്ന് ഒച്ച വെക്കണ്ട, ഇനി അവൻ പഠിച്ചോളൂ. എന്നാലും എന്റെ ജോപ്പാ, മടിയം മല ചുമക്കും. എനിക്ക് വിശക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടാ മിക്കു, നീ കുറച്ച് പേരയ്ക്കാ പറിച്ചേ. എനിക്ക് ഈ ജോപ്പനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദേ ഇപ്പറടേ. എടാ മോനെ ജോപ്പ, നീ ജോണിക്കൊച്ചിന്റെ കൂടെ നടന്നിട്ടും എന്തിനാടാ കുരുത്തക്കേട് കാണിക്കുന്നേ? നീ ഒത്തിരി പാവാ. പക്ഷേ പൊട്ടനുവാ. അച്ചോ, പരാജയത്തോടുള്ള ഭയമാണ് ജോപ്പൻ വീണ്ടും തോൽക്കാനും കള്ളത്തരം കാണിക്കുവാനും കാരണം. ഒരു നുണ ജയിക്കാൻ അല്ലെങ്കിൽ അത് മറച്ചു വെക്കാൻ വേറെ 100 നുണകൾ നമ്മൾ പറയേണ്ടി വരും. അച്ഛൻ ഇവന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതിനെന്താ, നമുക്ക് പള്ളിയിലിട്ട് പോകാം. മനസ്സിന് വല്ലാത്തൊരു ശാന്തത. ഇനി ഒരിക്കലും കള്ളത്തരത്തിനില്ല. നന്നായി വായിച്ച് പഠിച്ചുള്ള പഠനമേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ട് ഞാനൊരു സൂത്രം പറയാം. R3QW എന്ന് പറഞ്ഞാൽ റീഡ്, റിസൈറ്റ്, റിപ്പീറ്റ്, പിന്നെ ക്വസ്റ്റ്യൻ, പിന്നെ റൈറ്റ്. ഓക്കേ? വായിക്കുക, വീണ്ടും വായിക്കുക, വായിച്ച കാര്യം ഉരുവിടുക, പിന്നെ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുക, പിന്നെ എഴുതി നോക്കുക, പിന്നെ P ഓൺലി. അതെന്താ? പിന്നെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം കൂടിയുണ്ടെങ്കിൽ ആരും നമ്മെ പരാജയപ്പെടുത്തും? ആരും നമ്മളെ പരാജയപ്പെടുത്തില്ല. ജോപ്പാ, ഇതാ ഒരു പ്ലാവ്. കേറുന്നോ?